CA ഫൗണ്ടേഷൻ ജൂൺ 24 എക്സാംസിലേക്കുള്ള RTP ഡിസ്കഷൻ സീരീസിൻ്റെ തേർഡ് വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ഇതിന് മുന്നത്തെ രണ്ട് വീഡിയോസിൽ നമ്മൾ കോൺട്രാക്ട് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ക്വസ്റ്റ്യൻസ് ഫുള്ള് കവർ ചെയ്തിരുന്നു. ലെറ്റ്സ് സീ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നമുക്ക് ടോട്ടൽ എത്ര 1 2 3 4 5 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് മോണി ആൻഡ് ടോണി were partners. Moni and Tony were partners in a firm. Firmന്റെ പേര് മോട്ടോർ ആൻഡ് കമ്പനി. They admitted Sony as a partner in the firm and he is actively engaged in the day-to-day activities of the firm. ഇത് ഭയങ്കര പോപ്പുലർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന് മുന്നേ മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻസിൽ എക്സാംസിൽ വന്നിട്ടുള്ളതാണ്. RTPയിലും പല ICAD മെറ്റീരിയലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. There is a tradition in the firm that all the active partners will get a monthly remuneration of 20,000 but no express agreement was there. ഫുൾ ടോപ്പിക് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫേമിലുള്ള കോമൺ പ്രാക്ടീസാണ്, ട്രഡീഷനാണ്. എന്ത്? ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സിനും 20,000 സാലറി കൊടുക്കും എന്നുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഒന്നും പറയുന്നില്ല. സോ രണ്ടാൾക്കാരുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യുന്നു, അതിലിപ്പോൾ മൂന്നാമത്തെ ഒരാളെ ചേർത്തു. ക്വസ്റ്റ്യൻ ഫുള്ള് ബേസ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ഒന്നാൾക്ക് റെമ്യൂണറേഷൻ കിട്ടാൻ എൻറ്റൈറ്റിൽഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിയമം പറയണത് നോർമലി പാർട്ട്നേഴ്സ് സാലറിക്ക് എൻറ്റൈറ്റിൽഡ് ആണോ? അല്ല. കാരണം അവർ ഫേമിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അവർക്ക് ഫേമിൻ്റെ പ്രോഫിറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ കിട്ടും. നോർമലി സാലറിക്ക് എൻറ്റൈറ്റിൽഡ് അല്ല. പക്ഷേ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാലറിക്ക് എൻറ്റൈറ്റിൽഡ് ആവും. ഫസ്റ്റ് തിങ് ഈസ് എഗ്രിമെൻറ്റ് സ്പെസിഫിക്കലി പറയുന്നുണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി കിട്ടും. ഓർ ദ സെക്കൻഡ് തിങ് ഈസ് കോമൺ പ്രാക്ടീസ് ആണ്, കസ്റ്റമറിയാണ്. ആ ഫേമിലുള്ള കോമൺ പ്രാക്ടീസിൽ പെട്ടതാണ് പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് സാലറി കിട്ടും. നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും ഒന്നിച്ച് വേണം എന്നുള്ളതല്ല. എഗ്രിമെൻറ്റിൽ പറയും വേണം, ഫേമിൽ പ്രാക്ടീസ് ആണ്, അങ്ങനെയൊന്നുമല്ല. ഈവൻ ഇഫ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല, ആ ഫേമിൽ പ്രാക്ടീസ് ആണ് പാർട്ട്നേഴ്സ് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എൻറ്റൈറ്റിൽഡ് ആവും. സോ ഈ കേസിൽ എഗ്രിമെൻറ്റ് പറയണില്ല, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഫേമിലെ കോമൺ ട്രഡീഷൻ ആണെന്ന് പറഞ്ഞു. ഈ ബേസിസിൽ തന്നെ പാർട്ട്ണറിന് സാലറി ക്ലെയിം ചെയ്യാൻ എൻറ്റൈറ്റിൽഡ് ആണ്. ഞാൻ ഫുള്ള് വായിക്കാൻ നിന്നില്ല, കാരണം ഇത് ഭയങ്കര പോപ്പുലർ ക്വസ്റ്റൻ ആണ്. ഇതാണ് പൊതുവെ ഇതിൽ ചോദിക്കാറുള്ളത്. ആഫ്റ്റർ ദി അഡ്മിഷൻ ഓഫ് സോണി ഇൻ ദ ഫേം, മോണി ആൻഡ് ടോണി കണ്ടിന്യൂഡ് ഗെറ്റിംഗ് സാലറി ഫ്രം ദ ഫേം ബട്ട് നോ സാലറി വാസ് ഗിവൺ ടു സോണി ഫ്രം ദ ഫേം. Sony claimed his remuneration but denied by existing partners by saying that there was no express agreement. അപ്പോൾ ഈ പുതിയ പാർട്ട്ണർ സോണി ജോയിൻ ചെയ്തതിന് ശേഷം മോണിയും ടോണിയും അവർ റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പുതിയ ആൾക്ക് കൊടുക്കുന്നില്ല. പുതിയ ആൾ ക്ലെയിം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾ കിട്ടാൻ എൻറ്റൈറ്റിൽഡ് ആവില്ല, കാരണം എഗ്രിമെൻ്റ് ആകുന്നൊന്നും പറയണില്ല. എഗ്രിമെൻറ്റ് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും കിട്ടാൻ എൻറ്റൈറ്റിൽഡ് ആണ്. വെദർ അണ്ടർ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സോണി ക്യാൻ ക്ലെയിം റെമ്യൂണറേഷൻ ഫ്രം ദ ഫേം. ഇതിൻ്റെ ആൻസറിൽ യെസ്, എൻറ്റൈറ്റിൽഡ് ആണ്. As per relevant provisions of Indian Partnership Act, a partner is not entitled to receive remuneration for taking part in the conduct of business. നമ്മൾ whenever we write an answer, നമ്മൾ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു എക്സെപ്ഷണൽ കേസിൽ, അതായത് എഗ്രിമെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമറി ആണ് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല എഴുതേണ്ടി. ഏതുപോലെ ഇപ്പോൾ കോൺട്രാക്ട് ആക്ടിൽ മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വോയിഡ് ആണോ ചോദിച്ചാൽ നമ്മൾ വാലിഡ് ആണ്, മൈനർ ബെനിഫിഷ്യർ ആണെങ്കിൽ എന്നല്ല എഴുതേണ്ടത്. വോയിഡ് ആണ്, വോയിഡ് ബെനിഷ്യമാണ്. പിന്നെ എക്സെപ്ഷൻ പറയാണ് ബെനിഫിഷ്യർ ആണെങ്കിൽ വാലിഡ് ആവുന്നുള്ളത്. അതേമാതിരി തന്നെ നോർമലി പാർട്ട്ണറിന് ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്യാൻ അയാൾ റെമ്യൂണറേഷൻ എൻറ്റൈറ്റിൽഡ് അല്ല. ബട്ട് ദിസ് റൂൾ ക്യാൻ ഓൾവേസ് ബി വേരിഡ് ബൈ എൻ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. ഈ റൂൾ നമുക്ക് മാറ്റാൻ പറ്റും. എക്സ്പ്രസ് എഗ്രിമെൻറ്റിൽ നിങ്ങൾ റെമ്യൂണറേഷൻ എൻറ്റൈറ്റിൽഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും. ഓർ ബൈ കോസ് ഓഫ് ഡീലിംഗ്. സോ ഇവിടെ രണ്ടും ഓർ എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ കോസ് ഓഫ് ഡീലിംഗിൻ്റെ ബേസിസിൽ കൊടുക്കാം. In which event the partner will be entitled to remuneration. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ കിട്ടാനും എൻറ്റൈറ്റിൽഡ് ആണ്. Thus a partner can claim the remuneration even in the absence of a contract when such a remuneration is payable under the continued usage of the firm. ഇതൊക്കെയാണ് കോമൺ കസ്റ്റം ഓഫ് ദി ഫേം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കസ്റ്റമറി ആണ്, കോമൺ പ്രാക്ടീസ് ആണ്, അങ്ങനെ കിട്ടും. ഇൻ അതർ വേർഡ്സ്, വെൻ ഇറ്റ് ഇസ് എ കസ്റ്റമറി ടു പേ റെമ്യൂണറേഷൻ, ഈ ടേം എഴുതിയാൽ മതി, ഇതാണ് നമ്മൾ കീവേഡ്. കസ്റ്റമറി to a partner for conducting the business of the firm, he can claim even in the absence of a contract for the payment of the same. So agreement ഉണ്ടാവണം എന്നുള്ള കമ്പൽസറി എന്നല്ല, ഫേമിൻ്റെ കസ്റ്റമറിയിൽ പെട്ടതാണ്, നിങ്ങൾ എൻറ്റൈറ്റിൽഡ് ആണ്. In the given problem, existing partners are getting regularly a monthly remuneration from the firm, customarily being working partner of the firm. As Sony was admitted as a working partner, he is entitled to get remuneration like other partners. ഇയാളും വർക്കിംഗ് പാർട്ണർ ആയിട്ട് വന്നതുകൊണ്ട് അയാൾക്കും കിട്ടും. കാരണം ഇൻഡസ്ട്രിയിലുള്ള കോമൺ പ്രാക്ടീസ് ആണ് വർക്കിംഗ് പാർട്ട്നേഴ്സ് കൊടുക്കുക എന്നുള്ളത്. That's it. പിന്നെ മിസ്റ്റർ റാം ആൻഡ് റഹീം ആർ വർക്കിംഗ് ആസ് ടീച്ചേഴ്സ്. ഏതോ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ് രണ്ട് ആൾക്കാർ, രാമും റഹീമും. ആൻഡ് ആർ ഓൾസോ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ. ദേ ജോയിൻ്റ്ലി പർച്ചേസ്ഡ് എ ഫ്ലാറ്റ്.
which was given on rent to Mr. John. ഇവർ രണ്ടുപേരും ജോയിൻ്റ് ഒരു ഫ്ലാറ്റ് വാങ്ങി എന്നിട്ട് റെൻറ്റിന് ജോണിന് കൊടുത്തു. ഇറ്റ് വാസ് ഡിസൈഡഡ് ബിറ്റ്വീൻ ദി ലാൻഡ് ലോഡ്സ്. ഈ രാമും റഹീമും മ്യൂച്വലി ഡിസൈഡ് ചെയ്തു. ആൻഡ് ടെനൻറ്റ് കസ്റ്റമറുമായിട്ടും മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ട് ദാറ്റ് റെൻറ്റ് വുഡ് ബി 10,000 പെർ മന്ത് ഇൻക്ലൂസീവ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ. ഇറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി ബിൽ വിൽ ബി പെയ്ഡ് ബൈ ലാൻഡ് ലോഡ്സ്. അപ്പോൾ 10,000 റെൻറ്റിന് കൊടുത്തതാണ്. അത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇലക്ട്രിസിറ്റി ബിൽ അടക്കം. ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഇലക്ട്രിസിറ്റി ബില്ല് ഈ ലാൻഡ് ലോഡ്സ് ആണ് ബെയർ ചെയ്യുക. നിങ്ങൾ ടെനൻ്റ് അറിയേണ്ട ആവശ്യമില്ല, അത് ആ കൊടുക്കുന്ന റെൻറ്റിൽ പെട്ടു. ദ ലാൻഡ് ലോഡ്സ് ബൈ മിസ്റ്റേക്ക് ഡിഡ് നോട്ട് പേ ദ ഇലക്ട്രിസിറ്റി bill for the month of March 2021. Due to this, electricity department cut the connection. John has to pay the electricity bill of 2,800 and 200 as penalty to resume the electricity. അപ്പോൾ ഇയാൾ മൊത്തം 3,000 രൂപ അടിച്ചു. ഇപ്പോൾ ലാൻഡ് ലോഡ്സ് അടക്കാൻ വിട്ടുപോയതുകൊണ്ട്. മിസ്റ്റർ ജോൺ ക്ലെയിംഡ് 3,000 ഫ്രം രാം. ഫുൾ എമൗണ്ട് എന്താണ് ഒരു ആളെടുത്ത് ക്ലെയിം ചെയ്തു. ബട്ട് രാം റിപ്ലൈഡ് ദാറ്റ് ഹി ഈസ് ലയബിൾ ഓൺലി 4,500. 3,000 റുപ്പീസ് ടെനൻ്റ് അടിച്ചതുകൊണ്ട് ഇപ്പോൾ രാമിൻ്റെ അടുത്തുനിന്ന് ഫുള്ള് 3,000 ക്ലെയിം ചെയ്യുകയാണ്. അപ്പോൾ രാം പറയണത് ഞാൻ ജസ്റ്റ് ഒരാളാണ്, ഈ ഓണേഴ്സിൽ ഒരാളാണ്, നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഹാഫ് എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഹാഫ് മറ്റേ ആളെടുത്ത് എടുക്കണം. ജോൺ സെഡ് ദാറ്റ് റാം ആൻഡ് റഹീം ആർ പാർട്ട്നേഴ്സ്, therefore he can claim the full amount from any of the partners. Explain whether under the provisions of Indian Partnership Act Mr. Ram will be liable to pay the whole amount of 3,000. See, സാധാരണ കേസിൽ ഒരു പാർട്ട്ണറിന് നമുക്ക് ഫുൾ എമൗണ്ട് ലയബിളാക്കാൻ പറ്റും. അയാൾ തന്നു കഴിഞ്ഞാൽ, അതായത് വേറൊരു പാർട്ട്ണർ അടയ്ക്കേണ്ട ഷെയർ അല്ലെങ്കിൽ ഫേം അടയ്ക്കേണ്ട ഷെയർ ഒരു പാർട്ട്ണർ ബെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട്ണറിന് ഫേമിൻ്റെ അടുത്ത് അയാൾ അടച്ച എമൗണ്ട് നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും സാധാരണ കേസിൽ. ബട്ട് ഇവിടെ ദി ക്വസ്റ്റ്യൻ ഈസ് ഇത് പാർട്ട്ണർഷിപ്പ് ആണോ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട് എഗ്രിമെൻറ്റ് ടു ക്യാരി ഓൺ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ആൻഡ് ബിസിനസ്സിലുള്ള പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുക, ഇതൊക്കെ ഒരു കീ ഫാക്ടറാണ് പാർട്ട്ണർഷിപ്പിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ ടോപ്പിക് തന്നെ പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പും കോ ഓണർഷിപ്പും ജോയിൻറ്റ് ഓണർഷിപ്പും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒരു ലാൻഡ് വാങ്ങിച്ചു, എന്നിട്ട് ഈ ലാൻഡ് ലീസിന് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് നമ്മൾ ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറലി പാർട്ട്ണർഷിപ്പായിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം അവിടെ ഒരു ബിസിനസ് റണ്ണിങ് ഇല്ല, അതൊരു ജോയിൻറ്റ് ഓണർഷിപ്പുള്ള പ്രോപ്പർട്ടി ഞങ്ങൾ റെൻറ്റിന് കൊടുക്കുക, ഇത് റെൻറ്റ് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ അവിടെ ഒരു ഫ്രീക്വൻറ്റ് ഒക്കറൻസ് ഒരു ബിസിനസ്സിൽ പറഞ്ഞ പോലെ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഈ കേസിലും ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ദേ ഡിഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും തോന്നിച്ചിട്ട് ഇത് പാർട്ട്ണർഷിപ്പിലേക്ക് എങ്ങനെയെങ്കിലും നമ്മൾ തോട്ട് പ്രോസസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇൻഫാക്ട് ടെനൻറ്റ് ക്ലെയിമും ചെയ്യുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഇയാളും പറയുന്നുണ്ടല്ലോ, ഒന്ന് IC തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ഉറപ്പിക്കുകയാണ് മൈൻഡിൽ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഫ്ലാറ്റ് വാങ്ങി ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജോയിൻറ്റ് ഓണർഷിപ്പിലേക്ക് പോയേക്കാം. എന്നാൽ അത് മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് IC ഇവിടെ ടെനൻറ്റ് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ് നിങ്ങൾ പാർട്ട്നേഴ്സാണ് എന്ന് തോന്നിപ്പിക്കുകയാണ്. ഇവിടെ ബിസിനസ് ഒന്നും റൺ ആവുന്നില്ല, ഫ്ലാറ്റ് ജോയിൻറ്റ് വാങ്ങി റെൻറ്റിന് കൊടുത്ത് റെൻറ്റ് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് ജസ്റ്റ് കോ ഓണർഷിപ്പിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. മ്യൂച്വൽ ഏജൻസിന്നോ അല്ലെങ്കിൽ ഒരാൾ ഫുൾ എമൗണ്ട് ബെയർ ചെയ്തിട്ട് മറ്റേ ആൾക്ക് കോമ്പൻസേഷൻ വാങ്ങുന്നോ അങ്ങനത്തെ കോൺസെപ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മുടെ കേസിൽ രാം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്, ഫുൾ എമൗണ്ട് അയാൾ കൊടുക്കാൻ ലയബിളാവില്ല. ടെനൻറ്റ് ഹാഫ് ആയിട്ട് രണ്ടാളടുത്ത് റിക്കവർ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയുള്ളൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ഇത് ബേസിക് സ്റ്റാർട്ടിംഗ് സെക്ഷനാണ്. പാർട്ട്ണർഷിപ്പ് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ എഗ്രി ചെയ്തു. എന്തിൻ്റെ പ്രോഫിറ്റ്? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. ഈ ബിസിനസ് ആരും റൺ ചെയ്യും, ഒന്നുകിൽ എല്ലാവരും റൺ ചെയ്യും, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് ഈ ടോപ്പിക്കാണ് നമ്മൾ മ്യൂച്വൽ ഏജൻസി എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരാൾക്ക് വേണമെങ്കിൽ എല്ലാവരും ബിഹാഫിൽ റൺ ചെയ്യാൻ പറ്റും, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാക്കിയുള്ളവർ ലയബിളാവും. Therefore, for determining the existence of partnership, it must be proved. എന്തൊക്കെ വേണം ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയാൻ? ഫസ്റ്റ് ഓഫ് ഓൾ എഗ്രിമെൻറ്റ് വേണം എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ. അത് എന്തിനുള്ള എഗ്രിമെൻ്റ് ആവണം? ബിസിനസ് റൺ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ആവണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ജോയിൻറ്റ് ഓണർഷിപ്പ് പെടില്ല. ചാരിറ്റി ചെയ്യാനുള്ള നമ്മൾ രണ്ടാൾക്കാർ ഒന്നിച്ച് വന്നിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയാം, അതൊന്നും പാർട്ട്ണർഷിപ്പ് അല്ല. കാരണം അതൊക്കെ ചാരിറ്റിയാണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. അതൊന്നും ഡെഫിനേഷനിൽ പെടില്ല. ജോയിൻറ്റ് ഓണർഷിപ്പ് ഇതിൽ പെടില്ല. എഗ്രിമെന്റ് മസ്റ്റ് ബി ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഇത് മേലെ പറഞ്ഞ ഡെഫിനേഷൻ്റെ കീ ഫീച്ചേഴ്സ് അവിടെ ബ്രേക്ക് ചെയ്ത് എഴുതിയതാണ്. On the basis of the above provisions and facts provided in the question, Ram and Rahim cannot be said under partnership as they are teachers in a school and just purchased a flat jointly. By merely giving flat on rent, they are not doing any business. They are just earning the income from the property under the co-ownership. ഇത് പ്യൂർലി co-ownership എന്നുള്ള നേച്ചറിലാണ് വരിക. അതിൽ നിന്നുള്ള ഇൻകം ഷെയർ ചെയ്യുക. Hence, there is no partnership between them. Therefore, Ram is liable to pay his share only 1,500. John has to claim the rest amount from Rahim.
മ്യൂച്വൽ ഏജൻസീസിൻ്റെ കോൺസെപ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. എക്സ് ആൻഡ് വൈ ഇതല്ലേ, എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഫേം വാസ് ഡിസോൾവ്. 2 പാർട്ട്നേഴ്സുള്ള ഫേം 12th June 2022 ഡിസോൾവ് ആയി. പക്ഷേ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഓക്കെ. എക്സ് പർച്ചേസ് സം ഗുഡ്സ് ഇൻ ദ ഫേംസ് നെയിം ഫ്രം സെഡ്. എക്സും വൈയും പാർട്ട്ണർഷിപ്പുള്ള ഫേം 12th June 2022 ഡിസോൾവ് ആയി. പബ്ലിക് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് എക്സ് എന്നിട്ടും സെഡിൻ്റെ അടുത്ത് സാധനം പർച്ചേസ് ചെയ്യാണ് ഫേമിൻ്റെ പേരിൽ. എന്നിട്ട് എക്സ് ഇൻസോൾവെൻ്റ് ആയി. അപ്പോൾ സെഡ് വൈനെതിരെ കേസ് ഫയൽ ചെയ്യണം. നിങ്ങളെ ഫേം പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾ തന്നെ ലയബിൾ ആവുമെന്ന് പറഞ്ഞിട്ട്. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വൈ ലയബിൾ ആവുമോ എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തീർന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുമായിട്ട് ഡീൽ ചെയ്ത ആൾക്കാർക്ക് പബ്ലിക് നോട്ടീസ് കൊടുക്കാത്തടത്തോളം കാലം ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ നിങ്ങൾ ഇപ്പോഴും ലയബിൾ ആണ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോയി പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല, അയാൾ എപ്പോഴും പാർട്ട്ണറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ കേസിലും ഡിസോൾവ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ഇഫ് നോട്ട് നിങ്ങൾ ഇപ്പോഴും ലയബിളാണ്. ഞാൻ ആകെ പബ്ലിക് നോട്ടീസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ കേസസ് ഏതൊക്കെയായിരുന്നു? ഡെത്തിൻ്റെ കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻസോൾവൻസിൻ്റെ കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഈവൻ ഓഫ് ഔട്ട്സൈഡേഴ്സ് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, ഈ ഡെത്ത് സംഭവിച്ച പാർട്ട് ആൻഡ് എസ്റ്റേറ്റ് ലയബിൾ ആവില്ല. ബട്ട് ഈ കേസിലൊക്കെ റിട്ടയർമെൻറ്റ് ആയാലും ഡിസൊല്യൂഷൻ ആയാലും പബ്ലിക് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ ഇവർ ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത് എപ്പോഴും ഫേം ഉണ്ട് എന്നുള്ളതാണ്. എക്സ് ഫേമിൻ്റെ പേരിൽ വാങ്ങിക്കഴിഞ്ഞാൽ വൈ എപ്പോഴും ലയബിളാണ്. ബൈ വിർച്യു ഓഫ് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 45, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ഡിസൊല്യൂഷൻ, അതായത് ഡിസൊല്യൂഷൻ നടന്നു എന്നുള്ളത് കാര്യമാക്കൂല. ഈവൻ ദോ ഡിസൊല്യൂഷൻ നടന്നു, ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ടു ബി ലയബിൾ ടു ദ തേർഡ് പാർട്ടീസ് ഫോർ എനി ആക്ട് ഡൺ ബൈ എനി ഓഫ് ദം വിച്ച് വുഡ് ഹാവ് ബീൻ ആൻ ആക്ട് ഓഫ് ദി ഫേം ഇഫ് ഡൺ ബിഫോർ ദ ഡിസൊല്യൂഷൻ. ഫേം ഡിസോൾവ് ആവുന്നതിന് മുന്നേ ഫേം ആയിരുന്നു ആ ആക്ട് ചെയ്തിരുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് എങ്ങനെ ലയബിൾ ആകുമായിരുന്നോ തേർഡ് പാർട്ടീസിനോട്, അതുപോലെ തന്നെ ഇപ്പോഴും ലയബിൾ ആവും. അൺടിൽ ദ പബ്ലിക് നോട്ടീസ് ഇസ് ഗിവൺ ഓഫ് ദി ഡിസൊല്യൂഷൻ. പബ്ലിക് നോട്ടീസ് കൊടുക്കാത്തടത്തോളം കാലം. ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഡിസൊല്യൂഷൻ ആയി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളിപ്പോഴും ലയബിൾ ആവും പബ്ലിക് നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ട്. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് എക്സ് ആൻഡ് വൈ വർ പാർട്ട്നേഴ്സ്. ഇത് നമ്മൾ എന്താ പറയുക, ഇത് ജസ്റ്റ് ഫാക്റ്റാണ്. ആദ്യം പറഞ്ഞത് പ്രൊവിഷൻ പാരഗ്രാഫാണ്. എക്സാമിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടതാണ് ഇതിന് മുന്നത്തെ സെഷൻസിലും. അതേമാതിരി എൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഹൗ ടു പ്രസൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് പ്രൊവിഷൻ പാരഗ്രാഫ് നെയിം എന്താ പറയുന്നത്, പിന്നെ ഇത് ഫാക്റ്റാണ്. അപ്പോൾ ക്വസ്റ്റനിലെ സെയിം സാധനം ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു. ആഫ്റ്റർ ഡിസൊല്യൂഷൻ എക്സ് സാധനം പർച്ചേസ് ചെയ്തു, സെഡ് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു ഡിസൊല്യൂഷൻ നടന്നത്, എക്സ് ഇൻസോൾവെൻ്റ് ആയി, സെഡ് വൈനെതിരെ കേസ് ഫയൽ ചെയ്തു. ഈ എൻറ്റയർ പാരഗ്രാഫ് നിങ്ങൾക്ക് എക്സാമിൽ സമയമില്ല തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെ ഭാഗത്തിൽ യാതൊരു വാല്യൂ അഡീഷനും ഇല്ല ഈ പോയിന്റിൽ. ഡയറക്റ്റ്ലി പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ എന്ന് എഴുതി കൊടുക്കാൻ പറ്റും ടൈമില്ല തോന്നുകയാണെങ്കിൽ. Following the provisions of 45, X and Y are continuing liable against third party even after dissolution until public notice is given. As in the given case, X became insolvent, therefore Y will be liable to Z. ABC are partners in a firm carrying on business of construction of apartments. B, who himself was a wholesale dealer. അപ്പോൾ ഇവർ പാർട്ട്നേഴ്സ് ആണ്, കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ്. ബി, അതായത് ഇതിലുള്ള വൺ ഓഫ് ദി പാർട്ട്ണർ ഹോൾസെയിൽ ഡീലർ ആണ് അയൺ ബാസിൻ്റെ. വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദി വർക്ക് ഓഫ് സെലക്ഷൻ ഓഫ് അയൺ ബാസ് ആഫ്റ്റർ എക്സാമിനിങ് ദി ക്വാളിറ്റി. അപ്പോൾ ഈ ബിസിനസിൻ്റെ പർപ്പസിനും ബീനെയാണ് അയൺ ബാസിൻ്റെ സെലക്ഷൻ ഏൽപ്പിച്ചത്. നിങ്ങൾ ആ ഫീൽഡിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആസ് എ ഹോൾസെയിലർ ബി ഈസ് വെൽ അവെയർ ഓഫ് ദി മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റിൽ എന്ത് ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും ഇയാൾ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇയാൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് 350. കറന്റ് മാർക്കറ്റ് പ്രൈസ് 350. B already had 1000 kg of iron bars in stock which he had purchased before the price hike. 200 വാങ്ങിച്ചു വെച്ചാൽ ഓൾറെഡി സ്റ്റോക്ക് ബീൻ്റെ കയ്യിലുണ്ട്. ഞാൻ സ്വന്തം ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 350 ആണ്. He supplied the iron bars to the firm without the firm realizing the purchase cost. Is B liable to pay the extra money he made, or he doesn't have to inform the firm as it is his own business and he is not taken any amount more than the current prevailing price of 350? Assume there is no contract between the partners regarding the above. Now see, ഞാനിപ്പോൾ ഒരു ഫേമിലെ പാർട്ട്ണറാണ്. ഞാൻ പാരലി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അയൺ ബാസിൻ്റെ. അപ്പോൾ എൻ്റെ ഫേമിൻ്റെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഞാനായിട്ട് എൻ്റെ സ്വന്തം സാധനം സപ്ലൈ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ടിലുള്ള നിയമമാണ്, പാർട്ട്ണർഷിപ്പിൻ്റെ പേര് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ടുള്ള ഡീലിങ്ങിൽ ഞാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫേമിന് ബിലോങ് ചെയ്യേണ്ട ലാഭമാണ്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു. ഇവിടെ ഡിസ്ക്ലോസ്ഡോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 200 rupees എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് ഞാൻ വിറ്റിട്ടുള്ളൂ. ഞാൻ ഓവർ പ്രൈസിന് വിറ്റിട്ടില്ല, ഇറ്റ് ഇസ് ട്രൂ. പക്ഷേ എൻ്റെ സ്വന്തം സാധനം ഞാൻ ഫേമുമായിട്ടുള്ള ഡീലിങ്ങിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആസ് എ പാർട്ട്ണർ ഞാൻ അത് തിരിച്ച് ഫേമിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ലയബിൾ ആവും എന്നുള്ളതാണ് നിയമം.
അക്കോർഡിംഗ് ടു സെക്ഷൻ 16 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാക്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഇഫ് എ പാർട്ട്ണർ ഡിറൈവ്സ് എനി പ്രോഫിറ്റ് ഫോർ ഹിംസെൽഫ്, പാർട്ട്ണർ സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രം എനി ട്രാൻസാക്ഷൻ ഓഫ് ദി ഫേം, ഒരു ഫേമിൻ്റെ ട്രാൻസാക്ഷനിൽ പാർട്ട്ണർ സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഫേമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പാർട്ട്ണർ എന്തെങ്കിലും സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് കണക്ഷൻ ഓഫ് ദി ഫേമിൻ്റെ ക്ലയൻറ്റ് ബേസ്, അതിൻ്റെ ബേസിസിൽ ഫേമിൻ്റെ ബിസിനസ് കണക്ഷൻ്റെ ബേസിൽ ഞാൻ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്, ഓർ ഫേമിൻ്റെ പേര് യൂസ് ചെയ്തിട്ട് ഹി ഷാൽ അക്കൗണ്ട് ഫോർ ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് പേ ടു ദ ഫേം, ഇത് തിരിച്ച് ഫേമിന് കൊടുക്കാൻ ലയബിളാവും. ഇഫ് എ പാർട്ട്ണർ ക്യാരീസ് ഓൺ എനി ബിസിനസ് ഓഫ് ദ സെയിം നേച്ചർ ആസ് ഇസ് കോമ്പീറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫേം, ഇനി ഞാൻ ഫേമിലെ പാർട്ട്ണറാണ്, ഞാൻ അതേ ബിസിനസ്, അതായത് ഫേമുമായിട്ടുള്ള കോമ്പീറ്റിംഗ് ബിസിനസ് ഞാൻ സ്വന്തമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഹി ഷാൽ അക്കൗണ്ട് ഫോർ ആൻഡ് പേ ദ ഫേം ഓൾ ദ പ്രോഫിറ്റ്സ് മെയ്ഡ് ബൈ ഹിം, ആ ബിസിനസ് എന്നുള്ള പ്രോഫിറ്റ് ഞാൻ ഫേമിന് കൊടുക്കാൻ ലയബിളാവും. ഇതൊക്കെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിന് സബ്ജക്ട് ടു, പാർട്ട്നേഴ്സ് തമ്മിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടായിക്കോളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ ലയബിളാവും. ഇൻ ദി ഗിവൺ സിനാരിയോ ബി ഹാഡ് സോൾഡ് അയൺ ബാർസ്, കറന്റ് മാർക്കറ്റ് പ്രൈസ് 350, ഇയാളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു 200, ഇതൊക്കെ ഫാക്ട്സ് ആണ്. ഇവിടെയാണ് എക്സ്ട്രാ നമ്മുടെ അനാലിസിസ് കൺക്ലൂഷൻ വരുന്നത്. ഹെൻസ് ഹി ഹാഡ് മെയ്ഡ് എൻ എക്സ്ട്രാ പ്രോഫിറ്റ് ഓഫ് 150 per kg. ഇത് പ്യൂർലി വന്നത് ഫേമുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ബേസിസിലാണ്. ഇത് നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്, തിരിച്ച് ഫേമിന് കൊടുക്കേണ്ടി വരും. Last question. State the modes by which a partner may transfer his interest in the firm in favor of another person under Indian Partnership Act. What are the rights of such transferee? Now see, പാർട്ട്ണർഷിപ്പ് ആക്ടിൽ, കമ്പനീസ് ആക്ടിൽ പോലെയല്ല. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ഇപ്പോൾ ABC 3 പാർട്ട്നേഴ്സുള്ള ഫേമിൽ എ റിട്ടയറിങ് ചെയ്തിട്ട് പറയാണ് എനിക്ക് പകരം നാളെ മുതൽ X വരും എന്ന് പറയാൻ പറ്റൂല. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരാളെ പുതുതായിട്ട് ചേർക്കണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസെൻറ്റ് വേണം, 100% പാർട്ട്നേഴ്സിനെ കൺസെൻറ്റ് വേണം ഒരാളെ ചേർക്കണമെങ്കിൽ. അത് ഇയാൾ പോയിട്ട് ഇയാൾ പകരം വേറെ ആൾ വരിക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ സിനാരിയോ അതല്ല. എനിക്ക് ഫേമിൽ നിന്നുള്ള റൈറ്റ്, എന്ത് റൈറ്റ്? എനിക്ക് ഫേമിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാനുള്ള റൈറ്റ്. അസ്യൂം ഞാനൊരാൾക്ക് പൈസ കടം കൊടുക്കാനുണ്ടായിരുന്നു, Xന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ അല്ല. അപ്പോൾ ഞാൻ പറയുന്ന Xനോട് ഇതൊരു കാര്യം ചെയ്യും, ഞാൻ ഈ ഫേമിൽ പാർട്ട്ണറാണ്, എനിക്ക് അവിടുന്ന് കിട്ടാനുള്ള പ്രോഫിറ്റ്സിൻ്റെ റൈറ്റ് ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാണ്, ഇനി ആ പ്രോഫിറ്റ് നിനക്ക് ഫേമിനിടുന്ന് ക്ലെയിം ചെയ്യാം. ഈ കേസിൽ ഇയാൾ അസൈനി അല്ലെങ്കിൽ ട്രാൻസ്ഫറി ആണ്. X അവിടെ പാർട്ട്ണറായിട്ട് വരില്ല, X ജസ്റ്റ് ട്രാൻസ്ഫറി ആണ്. വിച്ച് മീൻസ് ഇയാൾക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? ഫേമിൻ്റെ പ്രോഫിറ്റ്സ് ക്ലെയിം ചെയ്യുക എന്നുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് ബേസ് ചെയ്തിട്ട് ഭയങ്കര പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നുണ്ട് ഇയാൾക്ക് സംശയം, Aയും Cയും ഇയാളെ പറ്റിക്കുന്നുണ്ട്, റോങ് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, അപ്പോൾ ഇയാൾ ബുക്സ് ഡിമാൻഡ് ചെയ്യാണ് ഫേമിൻ്റെ അടുത്തുനിന്ന്. ബുക്സ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഫേമിലെ മാനേജ്മെൻറ്റിൽ കണ്ടക്ട് ചെയ്യാൻ, മാനേജ്മെൻറ്റ് ഇടപെടാൻ ഇങ്ങനത്തെ റൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അവർ തരുന്ന പ്രോഫിറ്റ് മിണ്ടാതെ വാങ്ങുക, ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾക്ക് ബുക്സ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും എപ്പോൾ? ഈ ഫേം ഡിസോൾവ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഷെയർ, അസറ്റ്സിലുള്ള ഷെയർ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുക. അത് കിട്ടുന്ന പ്രോപ്പറാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് ബുക്സ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ, അതർവൈസ് ബുക്സ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെ ചേർത്ത ആള് ഈ രണ്ടാൾക്കാർക്കും താല്പര്യമില്ല, അപ്പോൾ അങ്ങനെയൊക്കെ എന്താ ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വേറെ തന്നെ ടോപ്പിക്കാണ്, ഡിസൊല്യൂഷൻ എന്നുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട്ണറായുള്ള റൈറ്റ്സ് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് താല്പര്യമില്ല, കോർട്ടിൽ നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. ഇവിടെ പറയുന്നത് ഇയാളുടെ റൈറ്റ്സ് എന്തൊക്കെ? ഇയാൾക്ക് കണ്ടക്ട്, മാനേജ്മെൻറ്റ് ഇടപെടാനുള്ള റൈറ്റ് ഇല്ല, ബുക്സ് ഡിമാൻഡ് ചെയ്യാനോ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, കിട്ടുന്ന പ്രോഫിറ്റും ഇല്ലാതെ വാങ്ങിപ്പോവാം, ദാറ്റ്സ് ഓൾ. അപ്പോൾ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17. Provides that a share in the partnership is transferable like any other property, but as the partnership relationship is based on mutual confidence, the assignee ഈ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ആൾ of the partner's interest by sale, mortgage or otherwise cannot enjoy the same rights and privileges of original partner. ഒറിജിനൽ പാർട്ട്ണറുണ്ടായ അതേ റൈറ്റ്സ് ഒന്നും അസൈനിക്ക് ഈ കേസിൽ കിട്ടൂല. റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി, അപ്പോൾ ഇയാളുടെ പേര് ഒന്നെങ്കിൽ നമ്മൾ അസൈനി എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്ഫറി എന്ന് പറയും. അയാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഡ്യൂറിംഗ് ദ കണ്ടിന്യൂൻസ്, രണ്ട് രീതിയിലാണ് റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് എന്തുണ്ടാവുക? ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് റൈറ്റ്സ്? കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഇന്റർഫിയർ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. മാനേജ്മെൻറ്റിൽ ഇടപെടാനുള്ള റൈറ്റ് ഇല്ല, കാരണം നിങ്ങൾ പാർട്ട്ണർ അല്ല. അക്കൗണ്ട്സ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഈവൻ ഇഫ് എത്ര ഡൗട്ട്ഫുൾ ആണ്, ബാക്കി പാർട്ട്നേഴ്സ് പറ്റിക്കുന്നുണ്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പാർട്ട്ണർ അല്ല, അക്കൗണ്ട്സ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഈസ് ഓൺലി, എന്താണ് നിങ്ങൾക്ക് ആകെയുള്ള റൈറ്റ്? ഈസ് ഓൺലി എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി ഷെയർ ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ട്രാൻസ്ഫറിങ് പാർട്ട്ണർ. ആരാണ് നിങ്ങൾക്ക് ഈ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തന്നത്, അയാൾക്ക് എന്ത് ഷെയറാണ് കിട്ടാൻ റൈറ്റ് ഉള്ളത്, അത് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ദി പ്രോഫിറ്റ്സ് ആസ് എഗ്രീഡ് ബൈ ദി പാർട്ട്നേഴ്സ്. ഹി കനോട്ട് ചാലഞ്ച് ദി അക്കൗണ്ട്സ്. നിങ്ങൾ എന്നെ പറ്റിക്കുന്നുണ്ട്, ബുക്സ് ഫേക്ക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കിട്ടുന്ന പ്രോഫിറ്റ് മിണ്ടാതെ വാങ്ങിപ്പോരുക.
ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഓർ ഓൺ ദി റിട്ടയർമെൻറ്റ് ഒന്നെങ്കിൽ ഫേം ഡിസോൾവ് ചെയ്ത് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റൈറ്റ് ട്രാൻസ്ഫർ തന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യാണ്. ഈ രണ്ട് സിറ്റുവേഷൻസിൽ ട്രാൻസ്ഫർ വിൽ ബി എൻറ്റൈറ്റിൽഡ് അഗെയിൻസ്റ്റ് റിമൈനിങ് പാർട്ട്നേഴ്സ്. എന്ത്? ഷെയർ ഓഫ് അസറ്റ്സ്. കാരണം ഒരു പാർട്ട്ണർ പിരിഞ്ഞ് പോകുമ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് മാത്രമല്ല കിട്ടുക, അയാൾക്ക് ആ ഫേമിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു പോർഷൻ ഡിമാൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അത് ഈ കേസിൽ ട്രാൻസ്ഫറൊക്കെ കിട്ടും. പിന്നെ ഫോർ ദി പർപ്പസ് ഓഫ് അസർട്ടിങ് ദ ഷെയർ, ഇനി ഷെയർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീസ് എൻറ്റൈറ്റിൽഡ് ഫോർ ദി അക്കൗണ്ട് ആസ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ്റെ ഡേറ്റ് മുതലുള്ള അക്കൗണ്ട്സും ഡിമാൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഡിസൊല്യൂഷൻ എന്നുള്ള ഒന്നെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക, അതിനും നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയും. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുക, അപ്പോഴും പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി എന്നാണ് നമ്മൾ പറയാം. പാർട്ട്നേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. സോ ഈ രണ്ട് വാട്ട് എവർ മേ ബി ദി കേസ്, പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോയി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാണ്, ഈ കേസിൽ ഇയാൾക്ക് അക്കൗണ്ട്സ് ഡിമാൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്, അസറ്റിൻ്റെ ഷെയർ ഡിമാൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 31 നോ പേഴ്സൺ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ആസ് എ പാർട്ട്ണർ ഇൻ എ ഫേം വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. പിന്നെ ലാസ്റ്റ് പറയാണ് എങ്ങനെയാണ് ഒരു റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടോപ്പിക്ക് ചോദിച്ചല്ലോ. സാധാരണ കേസിൽ ഒരാളെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെന്റ് ഇല്ലാതെ ഒരാളെ പാർട്ട്ണർഷിപ്പിൽ ചേർക്കാൻ പറ്റൂല, പാർട്ട്ണർ ആവാൻ പറ്റൂല. എ പാർട്ട്ണർ കനോട്ട് ബൈ ട്രാൻസ്ഫറിങ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ് മേക്ക് എനിബഡി എൽസ് ആസ് എ പാർട്ട്ണർ ഇൻ ഹിസ് പ്ലേസ്. ഞാനൊരു ഫേമിൻ്റെ പാർട്ട്ണറാണ്, ഞാൻ എൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയണേ എനിക്ക് പകരം നാളെ മുതൽ ഇയാൾ പാർട്ട്ണറായിട്ട് വരും. അത് പറയാനും പറ്റില്ല, എനിക്ക് മാനേജ്മെൻറ്റ് ഇടപെടാനൊന്നും പറ്റില്ല. റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിഫറൻ്റ് ആണ്, പാർട്ട്ണറായിട്ട് ചെയ്യുക എന്നുള്ള ഡിഫറൻ്റ് ആണ്. കമ്പനിയിൽ വേണമെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഷെയർ ഞാൻ വേറെ ആൾക്ക് വിറ്റാൽ മറ്റേ ആൾ ഷെയർ ഹോൾഡറായിട്ട് വരും, മെമ്പറായിട്ട് വരും, അയാൾക്ക് വോട്ടിംഗ് റൈറ്റും എല്ലാ റൈറ്റ്സും കിട്ടും. ഇവിടെ അങ്ങനെയല്ല. മേക്ക് എനി വൺ എൽസ് എ പാർട്ട്ണർ ഇൻ ദിസ് പ്ലേസ് അൺലെസ് ദി അതർ പാർട്ട്നേഴ്സ് എഗ്രി ടു ആക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ ആസ് എ പാർട്ട്ണർ. അപ്പോൾ വീണ്ടും പറഞ്ഞത് സെയിം സെൻറ്റൻസ് ആണ്, എല്ലാവരെയും കൺസെൻറ്റ് വേണം. അറ്റ് ദ സെയിം ടൈം എ പാർട്ട്ണർ ഇസ് നോട്ട് ഡീബാർഡ്. ഡീബാർഡ് എന്ന് പറഞ്ഞാൽ തടയപ്പെടുന്നില്ല. നോട്ട് ഡീബാർഡ്. ഡീബാർഡ് എന്ന് പറഞ്ഞാൽ തടയുക, നോട്ട് ഡിബാർഡ് തടയപ്പെടുന്നില്ല. ഇപ്പോൾ ഈ ബാർഡ് ബൈ ലിമിറ്റേഷൻ എന്നുള്ള വേർഡൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലിമിറ്റേഷൻ ആക്ട്, ടൈം ബാർഡ് ആവുക. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പാർട്ട്ണർ തടയപ്പെടുന്നില്ല ഫ്രം ട്രാൻസ്ഫറിങ് ഹിസ് ഇൻട്രസ്റ്റ്. നിയമത്തിലോ അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സോ നിങ്ങളെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പറ്റില്ല. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എൻ എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ടാൻജിബിൾ പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ബി അസൈൻഡ്. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫറിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിൻ്റെ റണ്ണിങ്ങിൻ്റെ സമയത്ത് ആൻഡ് ഡിസൊല്യൂഷൻ്റെ സമയത്ത് എന്തൊക്കെ റൈറ്റ്സ് എന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സീരീസ്. വിത്ത് ദിസ് നമ്മൾ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സും പാർട്ട്ണർഷിപ്പും കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ കമ്പനി, LLP, നെഗോഷ്യബിൾ ഇങ്ങനത്തെ ഏരിയാസാണ് ഉള്ളത്. പ്ലസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. വെർബൈ ഇപ്പോൾ ഓൾറെഡി ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്കിൻ്റെയും വാട്ടെവർ ഈ ജൂൺ എക്സാംസിലേക്കുള്ള എല്ലാ ടോപ്പിക്കിൻ്റെയും ഡൗട്ട്സ്, കാര്യങ്ങൾ, ഡിസ്കഷൻസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻഡ് യെറ്റ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഡു യുവർ ബെസ്റ്റ്.